അപ്പോൾ P1 ഇപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വോട്ടിംഗ് സ്റ്റേറ്റ് ഇപ്പം ഫാൾസ് ആണ്. ഇതിൻ്റെയൊക്കെ വോട്ടിംഗ് സ്റ്റേറ്റസ് ഇനീഷ്യലി ഇറ്റ് ഈസ് സെറ്റ് ടു ഫാൾസ്. ഓക്കെ ഇനി P1 എൻ്റർ ചെയ്യണമെങ്കിൽ P1 ഷുഡ് സെൻഡ് ദ റിക്വസ്റ്റ് ടു ഇറ്റ് സബ്സെറ്റ്സ്. അതിൻ്റെ സബ്സെറ്റിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? P2ഉം P4ഉം ആണ് അതിൻ്റെ സബ്സെറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇയാൾക്കൊരു റിക്വസ്റ്റ് കൊടുക്കണം, ഇയാൾക്കൊരു റിക്വസ്റ്റ് കൊടുക്കണം. അപ്പം P4ൻ്റെയും P2ൻ്റെയും വോട്ടിംഗ് സ്റ്റാറ്റസ് റൈറ്റ് നൗ ഇറ്റ് ഇസ് ഫാൾസ് ആകുമ്പം ഇമ്മീഡിയറ്റ്ലി ഇവർക്ക് റിപ്ലൈ ബാക്ക് ചെയ്യാം എന്നാണ് അതിൻ്റെ മീനിങ്. ദാറ്റ് ഈസ് ദേ ആർ നോട്ട് യൂസിങ് ദെയർ ക്രിട്ടിക്കൽ സെക്ഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ റൈറ്റ് നൗ ദേ ക്യാൻ ഡയറക്റ്റ്ലി റിപ്ലൈ ചെയ്യുന്നതിനോട് കൂടി അവരവരുടെ വോട്ടിംഗ് സ്റ്റേറ്റ് ദേ വിൽ മേക്ക് ഇറ്റ് ടു ട്രൂ. റൈറ്റ് നൗ സംബഡി ഈസ് ഇൻസൈഡ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് കാണിക്കാനാണത്. അതേപോലെ P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ രണ്ട് സ്ഥലത്തുനിന്ന് റിപ്ലൈ കിട്ടിയല്ലോ, P4ൻ്റെയും P2ൻ്റെയും. ഇപ്പോൾ ആരും ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ P1 എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ വോട്ടിംഗ് സ്റ്റേറ്റ് ട്രൂ ആയിട്ട് വെക്കണം. ഓക്കെ, ഇനി സപ്പോസ് P3 want to, at the same time when P1 is requesting for a critical section, P3യും റിക്വസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. P3 ആരോടാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്? P3ൻ്റെ സബ്സെറ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ്. യു മൈറ്റ് ഹവ് സീൻ ദ സബ്സെറ്റ് ഓഫ് P3. യു ക്യാൻ സി P3യുടെ സബ്സെറ്റിൽ P2ഉം P4ഉം ആണുള്ളത്. അപ്പോൾ P4നോടും P2നോടും P3 റിക്വസ്റ്റ് ചെയ്യണം അല്ലേ, എനിക്ക് എൻ്റർ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സബ്സെറ്റിലേക്കാണ്, അതിൻ്റെ ക്വാറത്തിലേക്കാണ്. സോ വാട്ട് ക്യാൻ ബി ഡൺ? P3 റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പം P3 ഇവിടേക്കും റിക്വസ്റ്റ് സെൻഡ് ചെയ്യും, P3 ഇവിടേക്കും റിക്വസ്റ്റ് സെൻഡ് ചെയ്യും ദാറ്റ് ഐ വോണ്ട് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പം ഇവരുടെ കറൻറ്റ് വോട്ടിംഗ് സ്റ്റേറ്റസ് ട്രൂ. ദാറ്റ് മീൻസ് സംബഡി ഈസ് ഇൻസൈഡ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഓർ യൂസിങ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പം P4 എന്ത് ചെയ്യും? ഈ വന്ന റിക്വസ്റ്റിനെ ഇവിടെ ക്യൂവിൽ എടുത്തിടും. ഓക്കെ, റിക്വസ്റ്റ് വിൽ ബി ക്യൂഡ്. ഇറ്റ് വോണ്ട് റിപ്ലൈ ബാക്ക് ഇമ്മീഡിയറ്റ്ലി. അതേപോലെ P2നും കറൻറ്റ് വോട്ടിംഗ് സ്റ്റേറ്റസ് ട്രൂ. സോ P2 വിൽ ക്യൂ ദ റിക്വസ്റ്റ് ഫ്രം P3. ഓക്കെ, ക്യൂ P3's റിക്വസ്റ്റ് അവിടെ ക്യൂവിൽ എടുത്തിടും. ഓക്കെ, ഇനി P1 ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. P1 ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്ത് കഴിയുമ്പം P1 എന്ത് ചെയ്യണം? ഒരു റിലീസ് മെസ്സേജും അതിൻ്റെ സബ്സെറ്റിലേക്ക് ഉള്ള എല്ലാവർക്കും മൾട്ടികാസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ ലീവ് ചെയ്യാണ് എന്നുള്ള ഇൻഫർമേഷൻ ഇവിടേക്ക് കൊടുക്കും, ഇവർക്കും കൊടുക്കും. അതേപോലെ മൾട്ടികാസ്റ്റ് ടു P2. ആ സെയിം ടൈം P1 വിൽ ബി സെറ്റിംഗ് ഇറ്റ്സ് വോട്ടിംഗ് സ്റ്റേറ്റ് ടു ഫാൾസ്. ഈ ഒരു റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ P4ഉം P2 എന്ത് ചെയ്യും? അതിൻ്റെ വോട്ടിംഗ് സ്റ്റാറ്റസ് റൈറ്റ് നൗ ഫാൾസ് ആക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ദേ വിൽ ചെക്ക് ദ ക്യൂ. ഓക്കെ, ക്യൂവിൽ ആരെങ്കിലും ഉണ്ടോ നോക്കും. ക്യൂവിൽ ഒരാളുണ്ട്, P3യുടെ റിക്വസ്റ്റ് ഉണ്ട്. P3യുടെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് P3ക്ക് P4 റിപ്ലൈ കൊടുക്കും. അറ്റ് ദ സെയിം ടൈം ദേ വിൽ സെറ്റ് ദ വോട്ടിംഗ് സ്റ്റാറ്റസ് ടു ട്രൂ. ഓക്കെ, P2 വിൽ റിപ്ലൈ ബാക്ക് ടു P3. ഈ ക്യൂവിലുള്ള റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യും. P3യുടെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് വോട്ടിംഗ് സ്റ്റാറ്റസ് ട്രൂ ആക്കി വെക്കും. അതേപോലെ അപ്പോൾ P3ക്ക് ഈ രണ്ട് സ്ഥലത്തുനിന്നും റിപ്ലൈ കിട്ടി, P2ൻ്റെയും P4ൻ്റെയും. P3 ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. While entering the critical section, what P3 has to do is P3 has to set its voting state to true. ഇനി P3 റിലീസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? P3 ഈ സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യണം. റിലീസ് മെസ്സേജ് ഷുഡ് ബി ബ്രോഡ്കാസ്റ്റഡ് ടു ദ സബ്സെറ്റ് P2 ആൻഡ് P4. അപ്പം ആ ബ്രോഡ്കാസ്റ്റ്, ആ മെസ്സേജ് മൾട്ടികാസ്റ്റ് ചെയ്ത് ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ വോട്ടിംഗ് സ്റ്റാറ്റസ് ഫാൾസ് ആക്കിയിട്ട് P2ഉം P4ഉം വെക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അടുത്ത അതിൻ്റെ സബ്സെറ്റിൽ ഇനി നെക്സ്റ്റ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് Marquardt voting algorithm.